കണ്ടോ, കശ്മീരികളുടെ വീട്ടിലൊന്നും മേശയും കസാരയും ഫർണിച്ചർ ഐറ്റംസ് ഒന്നും കാര്യമായിട്ടുണ്ടാവില്ല. എല്ലാ റൂമും ഇതേപോലത്തെ ഹാളുകളാണ്. അവിടെ പരവതാനി വിരിച്ചിട്ടുണ്ടാവും. അവിടെ നിന്നാണ് തീറ്റയും കുടിയും കടുത്തും എല്ലാം. എൻ്റെ കശ്മീർ യാത്രയിൽ എനിക്കിങ്ങനെ ഒരു കശ്മീരുടെ വീട്ടിൽ പോകാനും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനും അവിടെ താമസിക്കാനും ഒരു അവസരം ഉണ്ടായി. കശ്മീരികളുടെ ആതിഥ്യമര്യാദ എങ്ങനെയാണ്? ആദ്യം ഇങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവെക്കും. പിന്നെ അതിൻ്റെ പിന്നാലെ ഓരോന്നോരോന്നായി ഭക്ഷണങ്ങൾ വരും. ചോറ്, അതേപോലെ ഒരു തരം ചിക്കൻ കറി, പിന്നെ അതിന് കൂട്ടാനായിട്ടൊരു ചട്നി എന്ന് പറഞ്ഞൊരു സാധനം, കുറച്ച് മുട്ട, പിന്നെ ഒരു ബീഫ് ഫ്രൈയും വന്നു. അതാണ് ഭക്ഷണം. പിന്നെയാണ് മനസ്സിലായി പാത്രത്തിലെ വെള്ളം കൈ കഴുകാനാണെന്ന്. ചുടുവെള്ളമാണിത്. എല്ലാവരും അത് തന്നെയാണ് കൈ കഴുകുന്നത്. അതിനുശേഷം ഭക്ഷണം സെർവ് ചെയ്യാൻ തുടങ്ങി. കോഴിക്കാല് തന്നെ കിട്ടി എനിക്ക്. നല്ല കട്ടിയുള്ള കറിയാണ്. കശ്മീരി വരെ ഊക്കി തുടങ്ങി. ബട്ടർ ചിക്കൻ ബസ്. എല്ലാ തരം ഐറ്റവും ഇച്ചിരി വീതം നമ്മുടെ പ്ലേറ്റിലേക്ക് ഇട്ട് മെല്ലെ കഴിപ്പങ്ങിട്ട് തുടങ്ങി. നല്ല കാട്ടിയുള്ള ചിക്കൻ കറി അത്. ഇത്രക്കും ടേസ്റ്റുള്ള ഒരു ബട്ടർ ചിക്കൻ ഞാൻ എൻ്റെ ലൈഫിൽ വേറെ കഴിച്ചിട്ടില്ല. അത്രയ്ക്ക് രസമുണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നേരെ കിടക്കാൻ വേണ്ടി പോയി. ഇവിടെയും നമുക്ക് കട്ടിലൊന്നും കാണാൻ പറ്റില്ല. ഒരു കോതടി വിരിക്കും, അതിൻ്റെ മുകളിലൊരു പുതപ്പും ഉണ്ടാവും. തണുപ്പെന്ന് പറഞ്ഞാൽ ഭീകര തണുപ്പാ. അങ്ങനെ ഒരു കശ്മീരിയുടെ വീട്ടിലൊരു ദിവസം അന്തി ഉറങ്ങാന്നുള്ള എൻ്റെ ആ സ്വപ്നവും പൂവണിഞ്ഞു. ശുഭം.